പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമുക്ക് 2ാം ക്ലാസ് ആക്ടിവിറ്റി ബുക്കിലെ 20ാമത്തെ പേജിലെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെ വായിച്ചു നോക്കൂ. നെക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനാണ് പറയുന്നത്. ഏതാണ് ഉദാഹരണം? ഇവിടെ കാണുന്നില്ലേ, അനവർദ്ധത്തുൻ എന്നെഴുതിയിരിക്കുന്നത്? ഇതാണ് ഉദാഹരണം. ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട്. എന്താണ് ഈ ചിത്രത്തിലുള്ളത്? ഇതൊരു പൂന്തോട്ടത്തിൻ്റെ ചിത്രമാണ് അല്ലേ? ഈ പൂന്തോട്ടത്തിൽ നിന്നും ചിലതിനെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതിനെയൊക്കെയാണ് താഴെ വെച്ചിരിക്കുന്നത്? ഒന്ന് റോസാപ്പൂവ്, പിന്നെയോ ഇവിടെ നിന്നും ഫറാശത്തിനെ എടുത്ത് ഇവിടെ വെച്ചു, പിന്നെ ഇവിടെയുള്ള പുഴുവിനെ ഇവിടെ വെച്ചു. ഓക്കെ, റോസാപ്പൂവിന് എന്താണ് അറബിയിൽ പറയുക? നമ്മൾ പഠിച്ചതാണ്, വർദ്ധത്തുൻ എന്നാണ് പറയുക അല്ലേ? അതേപോലെ പൂമ്പാറ്റയ്ക്കോ ഫറാശത്തുൻ, പുഴുവിന് ദൂതത്തുൻ. ഇനി ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്കൂ. അനവർദ്ധത്തുൻ. ഈ റോസാപ്പൂവ് പറയുകയാണ് അനവർദ്ധത്തുൻ എന്ന്. അന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഞാൻ. അന എന്താണ്? ഞാൻ. വർദ്ധത്തുൻ റോസാപ്പൂ. അനവർദ്ധത്തുൻ, ഞാനൊരു റോസാപ്പൂവാണ്. ഐ എം എ റോസ്. അനവർദ്ധത്തുൻ, ഞാനൊരു റോസാപ്പൂവാണ്. ഓക്കെ, ഇനി മറ്റുള്ളവയും ഇതേപോലെ പറയണം. ഫറാശത്ത് എന്ത് പറയണം? ഞാനൊരു ഫറാശത്താണ്. ദൂതത്ത് എന്ത് പറയും? ഞാനൊരു ദൂതത്താണ്. അതെങ്ങനെ പറയുമെന്ന് നോക്കാം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഫറാശത്ത് ഞാനൊരു ഫറാശത്താണ് എന്ന് എങ്ങനെയാണ് പറയുക? റോസാപ്പൂവ് അനവർദ്ധത്തുൻ എന്ന് പറഞ്ഞതുപോലെ ഫറാശത്ത് എന്ത് പറയും? അന ഫറാശത്തുൻ അല്ലേ? അന ഫറാശത്തുൻ, ഞാൻ ഫറാശത്താണ്. ഓക്കെ, അന ഫറാശത്തുൻ, ഞാനൊരു പൂമ്പാറ്റയാണ്. ഐ ആം എ ബട്ടർഫ്ലൈ. ഇതാണ് ഫറാശത്ത് പറയുക. ഇനി ദൂതത്ത് എന്ത് പറയും? പറയൂ. അനദൂതത്തുൻ, ഞാനൊരു ദൂതത്താണ്. ഞാനൊരു പുഴുവാണ് അല്ലേ? ഐ ആം എ കാറ്റർപില്ലർ എന്നാണ് ദൂതത്ത് പറയുക. അപ്പോൾ അന എന്ന് പറഞ്ഞാൽ ഞാൻ. ഇനി നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ആരാണ്? നിങ്ങളൊരു കുട്ടിയാണ് അല്ലേ? അപ്പോൾ അനവലതുൻ എന്ന് പറയാം, ഞാനൊരു കുട്ടിയാണ്. ഇനി നിങ്ങൾ വിദ്യാർത്ഥിയാണല്ലേ? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്ത് പറയാം? അന ത്വാലിബുൻ, ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഐ ആം എ സ്റ്റുഡൻറ്റ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞ് പരിശീലിക്കുക. ഇനി അടുത്തൊരു ചിത്രം. ആ ചിത്രത്തിലുള്ളത് പൂവും പൂമ്പാറ്റയും ഒന്നുമല്ല, മൃഗങ്ങളാണ് അല്ലേ? ആനയുണ്ട്, സിംഹമുണ്ട്, മാനുണ്ട്. ആ മൂന്നിൻ്റെയും ചിത്രം താഴെ കൊടുത്തിരിക്കുന്നു. ആനക്ക് എന്താണ് പറയുക? ഫീലുൻ. മാനിനോ? ലബിയുൻ. സിംഹത്തിന് അസദുൻ. ഇനി ഇവിടെ ആന എന്ത് പറയും? ഞാനൊരു ആനയാണ്. ഐ ആം എൻ എലഫൻറ്റ്. അതെങ്ങനെ അറബിയിൽ പറയും? പറഞ്ഞു നോക്കൂ. അന ഫീലുൻ, ഞാനൊരു ആനയാണ്. അന ഫീലുൻ, ഞാനൊരു ആനയാണ്. ഐ ആം എൻ എലഫൻറ്റ്. ഇനി ഈ മാൻ എന്ത് പറയും? മാന് ലബിയുൻ എന്നാണ് പറയുക അല്ലേ? അപ്പോൾ അന ലബിയുൻ, ഞാനൊരു മാനാണ്. അന ലബിയുൻ, ഞാനൊരു മാനാണ്. ഇനി സിംഹം. അന അസദുൻ, ഞാനൊരു സിംഹമാണ്. അന അസദുൻ, ഞാനൊരു സിംഹമാണ് എന്നാണ് പറയുക. ഇനി അടുത്ത പേജിൽ വീണ്ടും ഇതേപോലെ ചിത്രങ്ങളുണ്ട്. ഇവിടെ നിന്നും എടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തവളയുടെ ചിത്രം, പിന്നെ
മത്സ്യത്തിൻ്റെ ചിത്രം, പിന്നെ ഒരു കൊക്കിൻ്റെ ചിത്രം അല്ലേ. അപ്പോൾ ആദ്യം തവള പറയണം. എന്തു പറയും? ഞാനൊരു തവളയാണ്. അത് അറബിയിൽ പറയണം. അപ്പോൾ അന ലഫ്ദഉൻ, ഞാനൊരു തവളയാണ്. അന ലഫ്ദ, ഞാനൊരു തവളയാണ്. ഇനി മീൻ എന്ത് പറയും? പറയൂ. അനസമക്കുൻ, ഞാനൊരു മീനാണ്. അനസമക്കുൻ, ഞാനൊരു മീനാണ്. അടുത്തത് കൊക്കാണ്. അപ്പോൾ അനലഖലഖുൻ, ഞാനൊരു കൊക്കാണ്. അനലഖലഖ്, ഞാനൊരു കൊക്കാണ്. ഓക്കെ, ഇതേപോലെ പറഞ്ഞു. ഇനി അടുത്ത പേജിൽ വേറൊരു പ്രവർത്തനമാണുള്ളത്. ഇവിടെ കുറേ വാക്കുകൾ കാണാം അല്ലേ. ഈ വാക്കുകളൊക്കെ വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ താഴെ 3 കോളങ്ങളുണ്ട്. ഇതൊക്കെ ഭരണികളാണല്ലേ. ഒന്നാമത്തെ ഭരണിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഫിൽ ബുസ്താൻ എന്നാണ്. രണ്ടാമത്തെ ഭരണിയിലോ ഫിൽ ഗാബത്തി. മൂന്നാമത്തേതിൽ ഫിൽ ബിർക്ക. എന്താണ് ബുസ്താൻ? നിങ്ങൾക്കറിയാം, പൂന്തോട്ടം അല്ലേ. അപ്പോൾ ഫിൽ ബുസ്താൻ എന്ന് പറഞ്ഞാലോ പൂന്തോട്ടത്തിൽ. ഫിൽ ബുസ്താൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഗാബത്ത് എന്നാൽ എന്താണ്? കാട്. ഗാബത്ത് മീൻസ് ഫോറസ്റ്റ്, കാട്. ഫിൽ ഗാബത്തി എന്ന് പറഞ്ഞാലോ കാട്ടിൽ. ഫിൽ ഗാബത്തി മീൻസ് കാട്ടിൽ. അതേപോലെ ബിർക്കത്ത് എന്നാൽ കുളം, പോണ്ട്. ഫിൽ ബിർക്കത്തി, കുളത്തിൽ. ഫിൽ ബിർക്കത്തി മീൻസ് കുളത്തിൽ. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ വാക്കുകളെല്ലാം വായിച്ചു നോക്കുക. എന്നിട്ട് ബുസ്താനിലുള്ള വാക്കുകളൊക്കെ ഇവിടെ എഴുതുക. അതേപോലെ ഇതിൽ നിന്നും ഗാബത്തിൽ, കാട്ടിലുണ്ടാകുന്ന വാക്കുകളൊക്കെ ഇവിടെ എഴുതുക. പിന്നെ കുളത്തിലുണ്ടാകുന്ന വാക്കുകളൊക്കെ ഇവിടെയും എഴുതുക. അതാണ് ഈ ആക്ടിവിറ്റി. ഇനി ഈ വാക്കുകൾ ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ വാക്ക് ഏതൊക്കെ ഭരണിയിൽ ഇടണം, എഴുതണം എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ വാക്ക് അസദുൻ എന്നാണ്. അസദ് എന്താണ്? സിംഹം. സിംഹം എവിടെയാണ് ഉണ്ടാവുക? ബുസ്താനിലാണോ, ഗാബത്തിലാണോ, ബിർക്കത്തിലാണോ? ഏതിലാണ്? സിംഹം ഗാബത്തിലാണ് അല്ലേ. അപ്പോൾ അസദ് ഗാബത്തിലാണ് ഉണ്ടാവുക. അസദുൻ എന്ന് അതുകൊണ്ട് ഇവിടെ എഴുതുക. അസദുൻ. അസദ് എവിടെയാണ് ഉണ്ടാവുക? ഗാബത്തിൽ, കാട്ടിൽ അല്ലേ. ഓക്കെ, ഇനി ഫീലുൻ. ഫീൽ എന്താണ്? ആന. ആന എവിടെയാണ് ഉണ്ടാവുക? പൂന്തോട്ടത്തിലാണോ? അല്ല, ആനയും ഗാബത്തിലാണുള്ളത്, കാട്ടിൽ അല്ലേ. അതുകൊണ്ട് ഫീലുൻ എന്ന് ഇവിടെ എഴുതുക. ഇനിയുള്ള വാക്ക് ഫറാശത്തുൻ. ഫറാശത്ത് എവിടെയാണ് ഉണ്ടാവുക? ഫറാശത്ത് ഫിൽ ബുസ്താനി അല്ലേ, പൂന്തോട്ടത്തിലാണ്. അപ്പോൾ ഫറാശത്ത് ഇവിടെ എഴുതുക. ഇനി ദൂതത്തുൻ. ദൂതത്ത് എവിടെ ഉണ്ടാവും? പറയൂ. ദൂതത്തും ബുസ്താനിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ദൂതത്തിൻ്റെ പേര് ഇവിടെ എഴുതുക. ഇനിയുള്ള വാക്ക് സമക്കുൻ. സമക്ക് എവിടെ ഉണ്ടാവും? സമക്ക് ഫിൽ ബിർക്കത്ത്, കുളത്തിലാണ് അല്ലേ, മീൻ കുളത്തിലല്ലേ. അപ്പോൾ ഫിൽ ബിർക്കത്ത് എന്ന ഭരണിയിൽ സമക്കിൻ്റെ പേര് എഴുതുക. ഇനി ഖിർദുൻ. എന്താ ഖിർദ്? മങ്കി, കുരങ്ങൻ. കുരങ്ങൻ എവിടെ ഉണ്ടാവും? ഫിൽ ഗാബത്തി, കാട്ടിൽ. അപ്പോൾ ഫിൽ ഗാബത്തി എന്ന ഭരണിയിൽ കുരങ്ങൻ്റെ പേര് എഴുതുക. ഖിർദുൻ ഫിൽ ഗാബത്തി, കുരങ്ങൻ കാട്ടിലാണ്. ഇനി താവൂസ്. താവൂസ് എന്താണ്? മയിലാണ് അല്ലേ. മയിൽ എവിടെ ഉണ്ടാവും? മയിലും ഗാബത്തിലാണ് അല്ലേ. അപ്പോൾ താവൂസ് ഫിൽ ഗാബത്തി, മയില് കാട്ടിലെഴുതുക. ഇനി ജറാദുൻ. ജറാദ് എവിടെയാണ്? ജറാദിനെ നമ്മൾ ബുസ്താനിലാണ് കണ്ടതല്ലേ. അപ്പോൾ ജറാദുൻ, അത് ബുസ്താനിൽ എഴുതുക. പിന്നെ ലക്കലക്ക്, കൊക്ക് അല്ലേ. കൊക്ക് എവിടെയാണ് ഉണ്ടാവുക? മീനിനെ പിടിക്കാൻ വേണ്ടി ലക്കലക്ക്
ബിർക്കത്തിലേക്ക് പോകാറുണ്ട് അല്ലേ? അപ്പോൾ ലക്കലക്കിൻ്റെ പേര് നമുക്ക് ബിർക്കത്തിൽ എഴുതാം, ലക്കലക്കുൻ. ഇനി ഒസ്ഫൂർ. ഒസ്ഫൂർ കുരുവി അല്ലേ? സ്പാരോ. കുരുവി എവിടെ കാണും? കുരുവിയെ നമുക്ക് ബുസ്താനിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഉസ്ഫൂർ എന്ന വാക്ക് ഫിൽ ബുസ്താനിൽ എഴുതുക. ഓക്കെ. ഇനി അടുത്തത് സുലഹ്ഫാത്താണ്. എന്താണ് സുലഹ്ഫാത്ത്? ആമ. ആമ എവിടെ ഉണ്ടാവുക? ആമയും ഫിൽ ബിർക്കത്തി, ബിർക്കത്തിലാണ്, കുളത്തിലാണ്. അടുത്ത വാക്ക് ലഫ്ദ. എന്താ ലഫ്ദ? തവള. തവള എവിടെ കാണും? ഫിൽ ബിർക്കത്തി, കുളത്തിൽ. തവളയും കുളത്തിലാണ്. അപ്പോൾ ലഫ്ദ ഫിൽ ബിർക്കത്തി എന്ന കുളത്തിൽ എഴുതുക. ഓക്കെ. ഇതോടെ മുഴുവൻ വാക്കുകളും നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇനി നുലാഹിളു വനക്രഉ, നമുക്ക് നിരീക്ഷിക്കാം, വായിക്കാം. ഇവിടെ ഒരു കുട്ടി സ്വാദ് എന്ന അക്ഷരം പിടിച്ച് നിൽക്കുന്നുണ്ട്, മറ്റൊരു കുട്ടി ലാദ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ. ഈ സ്വാദും ലാദും എഴുതുകയും വായിക്കുകയും ചെയ്യണം. സ്വാദ് ഇങ്ങനെയാണ് എഴുതുക. ഒരു വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് സ്വാദ് എങ്കിൽ ഇങ്ങനെ എഴുതണം. ഇവിടെ നോക്കൂ, ഇത് വായിക്കൂ, സൂസുൻ അല്ലേ? സൂസിൻ്റെ ആദ്യത്തെ അക്ഷരം സ്വാദാണ്, അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി സ്വാദ് മധ്യത്തിൽ ഒരു വാക്കിൻ്റെ നടുവിൽ വരികയാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. സ്വാദും ലാദും ഒരേപോലെയാണല്ലേ? ഒരു കുത്തിട്ടാൽ ലാദായി, കുത്തില്ലെങ്കിൽ സ്വാദായി. മിൽറബുൻ എഴുതിയിരിക്കുന്നത് നോക്കൂ, മിൽറബുൻ. ഇതേ രൂപത്തിൽ നിങ്ങൾ എഴുതണം. അടുത്തത് സ്വാദ് അവസാനം വരുന്നത് അല്ലേ? മർബലുൻ, ലാദ്. പിന്നെ ബഊലുൻ. ഇതേ രൂപത്തിൽ ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഇവിടെ എഴുതണം. ആദ്യം ഇവിടെ എഴുതുക, 1 എന്നിട്ട ഭാഗത്ത് സൂറത്തുൻ, പിന്നെയോ 2ൽ സൂറത്ത്, ഇവിടെ ഇവിടെ ഇവിടെ, അങ്ങനെ ഇതിൻ്റെ മേലെ ആദ്യം എഴുതുക, പിന്നെ മേലോട്ട് എഴുതുക. അടുത്തത് ഫളലുൻ, അതും മേലോളം എഴുതുക. ആദ്യം ഇതിൻ്റെ മേലെ കൂടെ വേണം എഴുതാൻ. മരീലുൻ, പിന്നെ അർലുൻ. ഇതൊക്കെ ഈ വരികളിലൊക്കെ എഴുതുക. ഇനി അൽ ഇംലാ. നതദറബു അലാ കിതാബത്തിൽ കലിമാത്തിൽ മുറക്കസത്ത് ഫിൽ വഹദത്തി. നമ്മുടെ 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച വാക്കുകളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. ഇവിടെ 8 വാക്കുകൾ എഴുതാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കി വാക്കുകൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക. 1ാമത് നമുക്ക് എന്തെഴുതാം? നമ്മൾ പഠിച്ചൊരു വാക്കാണ് ദൂതത്തുൻ, അതിവിടെ എഴുതുക. പിന്നെ ഫറാശത്തുൻ ഇവിടെ എഴുതാം. പിന്നെയോ ജറാദുൻ, അതിവിടെ എഴുതുക. പിന്നെ വറക്കത്തുൻ, എന്താ വറക്കത്ത്? ഇല. പിന്നെയോ ഷത്തിലത്തുൻ എന്ന വാക്ക് പഠിച്ചു അല്ലേ? ചെടി. പിന്നെ ഷജറത്തുൻ, മരം. അതേപോലെ ബുസ്താനുൻ പഠിച്ചു അല്ലേ? പൂന്തോട്ടം. ഉസ്ഫൂറുൻ, കുരുവി. ബിർക്കത്തുൻ, കുളം. സമക്കുൻ, മീൻ. ഇനിയും കുറേ വാക്കുകളുണ്ട്. നമുക്കിവിടെ എഴുതാനുള്ള സ്പേസ് കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ നോട്ട്ബുക്കിൽ നമ്മൾ പാഠഭാഗത്ത് പഠിച്ച വാക്കുകളൊക്കെ ഓർത്ത് കാണാതെ എഴുതുക. എന്നിട്ട് എഴുതാൻ വിട്ടുപോയ വാക്കുകൾ കൂട്ടിച്ചേർക്കുക. കുറച്ച് വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ലക്ക് പഠിച്ചു അല്ലേ? ഗർസുൻ എന്ന വാക്ക് പഠിച്ചു, ചെടി. പിന്നെയോ വർദ്ധത്തുൻ, റോസാപ്പൂവ്. സുഹ്റത്തുൻ, പാറ. ലഫ്ദാൻ, തവള. ഗുറാബുൻ, കാക്ക. ഫീലുൻ, ആന. ത്വാവൂസുൻ, മയില്. ഇതേപോലെ നമ്മൾ പഠിച്ച മുഴുവൻ വാക്കുകളും നമുക്ക് ഓർമ്മ വേണം. അങ്ങനെ ആ വാക്കുകളൊക്കെ നമ്മൾ എഴുതി പഠിക്കുക. ഓക്കെ. ഇതോടെ 1ാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് അവസാനിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് 2ാമത്തെ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് പഠിക്കാം.